രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകും. ദില്ലിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. തീരുമാനം അറിയിച്ച് സോണിയാഗാന്ധി പ്രോട്ടം സ്പീക്കർക്ക് കത്ത് നൽകിയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. Wrote a letter to the pro-tem speaker Bhartruhari Mahtab informing the decision of appointment of Rahul Gandhi as the leader of opposition in the Lok Sabha. ശരത് കെ ശശി ചേരും വിശദാംശങ്ങളുമായി. ശരത്ത്, രാഹുൽ പ്രതിപക്ഷത്തിന്റെ മുഖമായി മുന്നണിയുടെ പോരാളിയായി മാറുകയാണ്. എപ്പോഴാവും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക? നാളെ ലോക്സഭയിലായിരിക്കും രാഹുൽ ഗാന്ധിയെ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാവുക. 16-17 ലോക്സഭകളിൽ കോൺഗ്രസിന് 54 അംഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം അവകാശപ്പെടാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. പക്ഷേ 18ാം ലോക്സഭയിൽ അതല്ല സാഹചര്യം. കോൺഗ്രസിന് 99 അംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ അംഗസംഖ്യയുടെ 10% പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം അവകാശപ്പെടാനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് ഇന്ത്യ സഖ്യ നേതാക്കളെ രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ള തീരുമാനം കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. 99 അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസിനാണ് ആ പ്രതിപക്ഷ നേതൃപദവിക്ക് അർഹത. അതനുസരിച്ചിട്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കത്ത് ഇപ്പോൾ പ്രോട്ടം സ്പീക്കർ ഭർതൃഹരി മേഹ്താബിന് കൈമാറിയിരിക്കുന്നത്. ഈ കത്തിൽ സോണിയാഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നുള്ള കാര്യമാണ്. 2014-ലെയും 2019-ലെയും സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത് കൊണ്ട് തന്നെ ഇത്തവണ പ്രതിപക്ഷ നേതൃനിരയിൽ പ്രധാനപ്പെട്ട ഒരു ചുമതല ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും വിമുഖത പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ തന്നെ രാഹുൽ പ്രതിപക്ഷ നേതാവാകണമെന്നുള്ള ഒരു പൊതുവികാരം ഉയർന്നു വരികയും അത് പ്രമേയത്തിലൂടെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ രാഹുൽ പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കുമെന്നുള്ള കാര്യം വ്യക്തമായതാണ്. ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. നാളെ ഈ ലോക്സഭയിൽ വെച്ച് പ്രഖ്യാപനം നടത്തുക എന്നത് സാങ്കേതികത്വം മാത്രമാണ്. ഏതായാലും രാഹുൽ ഗാന്ധി 18ാം ലോക്സഭയിൽ സജീവമാവുക പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലായിരിക്കും. 16-17 ലോക്സഭകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് പദവിയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉണ്ടായിരുന്നില്ല. 18ാം ലോക്സഭയിൽ ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയായിരിക്കും പ്രവർത്തിക്കുക. ആ രീതിയിൽ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി സജീവമായി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള MP എന്നുള്ള നിലയിലായിരിക്കും പ്രതിപക്ഷ നേതാവായി 5 വർഷം പ്രവർത്തിക്കുക.